അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ അതേസമയം രുചികരമായിട്ടുള്ള ഷാഹി പനീർ തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്കൊരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് ആദ്യം തന്നെ ഒന്നില്ലെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ അതും അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഒരിക്കലും ഉപയോഗിക്കരുത്, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇതിൽ ആദ്യം തന്നെ കുറച്ച് ഓയിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലോട്ട് 2 മീഡിയം സവാള എങ്ങനെയാണെങ്കിലും അരിയാട്ടോ, അരച്ചെടുക്കേണ്ടതാണ്, അതുകൊണ്ട് വലുതാക്കിയാലും ചെറുതാക്കിയാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ 2 പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വാടി വരുന്നത് വരെ വഴറ്റിയെടുക്കാം, അല്ലാതെ ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഒന്ന് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലോട്ട് 3 മീഡിയം തക്കാളി, അധികം പുളിയില്ലാത്ത തക്കാളി വേണം. പുളി കൂടുതലുള്ള തക്കാളി ആണെങ്കിൽ അതിനനുസരിച്ച് കുറവ് ചേർത്താൽ മതി കേട്ടോ. നമുക്കിത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. തക്കാളിയും സവാളയും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. ഇതിന് ശേഷം ഇത് നന്നായി അങ്ങ് അരച്ചെടുക്കണം. ചൂടാറിയതിന് ശേഷം മാത്രമേ അരയ്ക്കാൻ പാടുള്ളൂ. ചൂടോടുകൂടി അരച്ച് കഴിഞ്ഞാൽ മിക്സിയിൽ പെട്ടെന്ന് അങ്ങ് ബ്ലാസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. മിക്സിയിൽ നിന്നുള്ള എല്ലാ സാധനങ്ങളും പുറത്തേക്ക് തെറിച്ച് പോകും. നമ്മുടെ മേലും മൂത്തൊക്കെ ആയി കഴിഞ്ഞാൽ അപകടമാണ്. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനത്തെ സാധനങ്ങൾ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, എന്ത് ചൂടുള്ള ഐറ്റം ആണെങ്കിലും ചൂടാറിയതിന് ശേഷം മാത്രം അരച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം അരച്ചിട്ട് ഞാൻ കൊണ്ടുവരാം. ഓക്കെ, ടൊമാറ്റോ ഓണിയൻ പേസ്റ്റ് നന്നായി അരച്ചിട്ടുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം കടായിൽ തന്നെ കുറച്ച് ബട്ടറും അതുപോലെ തന്നെ ഓയിലോ അല്ലെങ്കിൽ കുറച്ച് നെയ്യോ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ 2 വേണ്ടാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും 1 ചേർത്താൽ മതി, വേണമെങ്കിൽ 3 ചേർക്കാം. ഓയിലും ബട്ടറും ഗീയും ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഓവറായിട്ട് ഓയിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന കാണാം. അപ്പോൾ അത് ടേസ്റ്റ് കൂടുതലാണ്, പക്ഷെ നമുക്ക് അത്ര ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. ഞാൻ അത്രയൊന്നും ചേർക്കുന്നില്ല. ഇപ്പം ഞാനിതിലോട്ട് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ കുറച്ച് ഗീ, കുറച്ചും കൂടി നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, നെയ്യ് തൽപ്പം മാത്രം മതിയിട്ട്, അത് നിർബന്ധമൊന്നുമില്ല. ഇതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവട്ടെ. നമ്മുടെ ബട്ടറും ഗീയും ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരല്പം, ഒരു 1/4 ടീസ്പൂണോളം ഷാഹി ജീര എന്ന് പറയുന്ന ജീരയുണ്ട്, അതായത് കേക്ക് ജീരകം എന്ന് പറയും, അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നോർമലായിട്ടുള്ള ക്യുമിൻ ഇല്ലേ, ജീരകം, നല്ല ജീരകം, അതും 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിലേതെങ്കിലും ഒന്ന് കേട്ടോ. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ബേ ലീഫ്, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക. പക്ഷേ ഞാൻ നോർമലി ഉണ്ടാക്കുമ്പോൾ ഇത് ചേർക്കാറില്ല. എന്താണെന്നറിയാമോ, ഇത് ഞാൻ കറിയിൽ നിന്ന് എടുക്കാൻ മറന്നു പോകും പലപ്പോഴും. അപ്പോൾ നമ്മൾ കറി കഴിക്കുന്നതിനിടയിൽ ഈ കാടമം, അതായത് ഏലക്കയോ ഗ്രാമ്പൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ആ കറിയുടെ സ്വാദ് തന്നെ പോവും. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഗരം മസാല മാത്രം ആഡ് ചെയ്യാനാണ്. പക്ഷേ വീഡിയോ എന്നുള്ള നിലയ്ക്ക് എല്ലാവരും വലിയ വലിയ ഷെഫ്സിൻ്റെ വീഡിയോസൊക്കെ നോക്കുമ്പോൾ അവരെല്ലാം ആഡ് ചെയ്തുകൊണ്ട് മാത്രം ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്തെന്ന് മാത്രം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഇത് സെർവ് ചെയ്യുന്നതിനേക്കാൾ മുമ്പായിട്ട് ഈ സംഭവം എടുത്ത് മാറ്റാൻ മറക്കാതിരുന്നാൽ മതി. എന്തായാലും ഇതൊന്ന് നന്നായിട്ടൊന്ന് 2-3 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ തക്കാളിയും സവാളയും വഴറ്റിയില്ലേ, ആ സമയത്ത് അതിലേക്ക് ഒരു 3 വലിയ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് വഴറ്റിയിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉള്ള കാരണം ഈ സമയത്താണ് ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയും പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് തീ ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. അപ്പോൾ ഇത്ര നേരം മീഡിയം ഫ്ലെയിമിലാണ് കിടന്നിരുന്നത്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ആണെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി. ഞാനിവിടെ കുറച്ച് മാത്രമേ മല്ലിപ്പൊടി ഉപയോഗിക്കുന്നുള്ളൂ. മല്ലിപ്പൊടി താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാം. മല്ലിപ്പൊടി ഉപയോഗിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല. പിന്നെ നിങ്ങളുടെ അടുത്ത് ആദ്യം തന്നെ ഉപയോഗിച്ചിരുന്ന ജീരകമില്ലേ, ജീരകം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് സാധാ ജീരകത്തിന്റെ പൊടി ഉപയോഗിച്ചാലും മതി, ഒരു 1/4 ടീസ്പൂണോളം കേട്ടോ. അപ്പം നമ്മൾ ജീരകം പൊട്ടിച്ച കാരണം പിന്നെ ജീരകത്തിന്റെ പൊടി ചേർക്കുന്നില്ല. ഇനി ഈ സമയത്ത് പച്ചമണം മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും കൂടിയുള്ള ആ പേസ്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. എന്നിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഒരു 5-10 മിനിറ്റ് എടുക്കും. അടച്ചു വെച്ചിട്ട് വേണമെങ്കിൽ കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ തുറന്ന് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരുന്നാൽ മതി. എങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല കേട്ടോ. നമ്മുടെ ഗ്രേവി നമ്മൾ 10 മിനിറ്റോളം ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി കാഷ്നട്ട് പേസ്റ്റ് ആണ്. അതായത് അണ്ടിപ്പരിപ്പ്, 20 അണ്ടിപ്പരിപ്പ് ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചൂടാറിയതിനു ശേഷം നന്നായി അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പിന്റെ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു നല്ല റിച്ച് ആയിട്ടുള്ള ഗ്രേവിയാണ് കേട്ടോ. ഇപ്പോൾ ഇതിൽ വീണ്ടും നമ്മൾ
ക്രീം ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ക്രീം ഇല്ലയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർക്കുന്ന അണ്ടിപ്പരിപ്പിൻ്റെ അളവ് കുറച്ച് കൂട്ടിയെടുത്താൽ മതിയാകും. ഇതും കൂടെ ചേർത്ത് കൈ വിടാണ്ട് നമുക്കൊരു 2-3 മിനിറ്റോളം അങ്ങ് വഴറ്റിയെടുക്കണം. അണ്ടിപ്പരിപ്പ് കുക്കാവാൻ സമയം എടുക്കേ. ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ഞാനിത് ഇതിലോട്ട് വെള്ളമാണ് ചേർക്കുന്നത്. ചിലർ പാല് ചേർക്കാറുണ്ട്. പാലാണെങ്കിലും വെള്ളമാണെങ്കിലും എന്താണെങ്കിലും പ്രശ്നമില്ല. അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടങ്ങ് തിളപ്പിക്കുക. ഞാനിവിടെ പനീർ ഫ്രൈ ചെയ്യാണ്ടാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അതേസമയം നിങ്ങൾക്കിപ്പോൾ പനീർ ചെറുതായിട്ട് ബട്ടറിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടും ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് പനീർ ചിരിറ്റിയുള്ള പോലെ ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ വെറുതെ നമ്മൾ ഫ്രീസറിൽ നിന്ന് പനീർ പുറത്തെടുത്ത് വെക്കുക. വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ആ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഫ്രീസറിൽ നിന്ന് ഉടനെ തന്നെ പനീർ എടുത്തതിൽ ഇടാൻ പാടില്ല. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ 5 മിനിറ്റോളം ഇത് നന്നായി കുക്ക് ചെയ്തതിന് ശേഷം നമുക്കതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് 1/2 ടീസ്പൂണോളം ഗരം മസാല, അതുപോലെ തന്നെ ഒരല്പം കസൂരി മേത്തി. കസൂരി മേത്തി താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഇതിൻ്റെ ഫ്ലേവർ. ഒരുപാട് കസൂരി മേത്തി വേണ്ട കേട്ടോ. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ക്രീമാണ്. ഒരു 5 ടേബിൾ സ്പൂൺ ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് അവസാനം ചേർത്താലും മതി. പക്ഷെ ഞാനിപ്പോൾ ഈ സമയത്ത് തന്നെ ചേർത്ത് നന്നായി കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അണ്ടിപ്പരിപ്പിൻ്റെ അളവ് അങ്ങ് കൂട്ടി കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഫ്രഷ് ക്രീം ഉപയോഗിക്കാം, അതല്ലെങ്കിൽ കുക്കിംഗ് ക്രീം, അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേക്കിൽ ഉപയോഗിക്കുന്ന ക്രീമില്ലേ, വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അതാണ് എനിക്ക് കുറച്ചും കൂടെ നന്നായി തോന്നാറുള്ളത്. ക്രീമൊക്കെ ചേർത്തതിന് ശേഷം നന്നായി കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കാൻ മറക്കരുത്. ഇനി നമുക്ക് അതിലിപ്പം ഷുഗർ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ താല്പര്യമില്ലെങ്കിൽ അവസാനം ചൂടാറിയതിന് ശേഷം മാത്രം കുറച്ച് തേൻ ചേർത്താലും മതിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. പനീർ ചേർത്ത് കഴിഞ്ഞ് ഒരുപാട് നേരം കുക്ക് ചെയ്യരുതേ. ഞാനിവിടെ 250 ഗ്രാം പനീറാണ് ചേർക്കുന്നത്. അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം കുക്ക് ചെയ്തങ്ങ് ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് പറ്റും, പനീർ ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പനീർ റബ്ബർ പോലെ ആവും, സോഫ്റ്റ്നെസ് പോകും. അത് എപ്പോഴും ശ്രദ്ധിക്കുക. നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ അങ്ങ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പനീർ റെഡി ആയിട്ടുണ്ട്. 7 മിനിറ്റാണ് ഞാൻ അടച്ചു വെച്ച് കുക്ക് ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂട്ടത്തിൽ കൂടെ നമ്മുടെ ഗ്രീൻ പീസ് ഇല്ലേ, പീസ് ചേർത്ത് കൊടുക്കാം. പീസ് ചേർക്കുകയാണെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് മാത്രം ചേർക്കുക. പീസ് സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്തതിന് ശേഷം അവസാനം ചേർത്തിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ചു വെക്കുക കേട്ടോ. അല്ലാതെ പീസ് ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ പീസിന്റെ കളറങ്ങ് മാറിപ്പോകും. അപ്പം ഞാൻ പക്ഷേ ഇവിടെ പിള്ളേർക്കൊന്നും വലിയ ഇഷ്ടമില്ല പീസ്, അതുകൊണ്ട് ഞാനിപ്പോൾ പീസ് ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഷാഹി പനീർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിലോട്ടൊരു അല്പം മാത്രം മല്ലിയുടെ ഇല തൂയി കൊടുക്കാം. പിന്നെ ഞാൻ സെർവ് ചെയ്യുന്നേക്കാൾ മുമ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചേർത്തിരിക്കുന്ന ഹോൾ ആയിട്ടുള്ള പട്ട, കരയാമ്പൂ, മറ്റേ ഏലക്കായൊക്കെ ഞാൻ എടുത്ത് മാറ്റുവേ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു പച്ചമുളക് ജസ്റ്റ് കീറിയതാണ്. ഞാനിതിൻ്റെ രുചിയൊന്ന് നോക്കട്ടെ. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അരവാ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഉപ്പും പുളിയും എരിവും ചെറിയൊരു മധുരവും ഒക്കെ ആയിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള സിൽക്കി ഗ്രേവി കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ നമ്മൾ ചേർക്കുന്ന തക്കാളി പുളി കൂടുതലുള്ളതാണെന്നുണ്ടെങ്കിൽ അത്രയും ചേർക്കാൻ പാടില്ല. തക്കാളി കൂടിക്കഴിഞ്ഞാൽ ഗ്രേവിയുടെ ടേസ്റ്റ് മാറും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കും. ഗ്രേവി കൂടുതൽ തിക്നെസ് കൂടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലോട്ട് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലെ പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുതേ. ചൂടുവെള്ളം മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ചൂട് പാൽ ഒഴിച്ചാലും കുഴപ്പമുണ്ടാവില്ല. അല്ലാതെ പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി വേറെ ടേസ്റ്റിലോട്ട് മാറും. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. അത്രയേ ഉള്ളൂ പരിപാടി. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. അതിനുശേഷം ഫീഡ്ബാക്ക് പറയുക. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.